കനകനിലാവേ തുയിലുണരൂ തരള വസന്തം വരവായി പാപ്പ മഗ മഗ മ പാപ്പ മഗ മഗ മ പാപ്പ സനി പാപ്പ മഗ മഗ മ പാപ്പ മഗ മഗ മ പാപ്പ സനി പാമഗ സ മാമ മാമ മഗ സ സ സ സ ഗ സ നി 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 സ സ സ ഗ മ പ മ പ നി പനി സ നി സ നി പ മ പ മഗ ഗ മ പ മ പ നി പനി സ കനകനിലാവേ തുയിലുണരൂ തരള വസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ തളിരാമ്പൽ കൂടം തോർന്നുലഞ്ഞു പോയി കളിമൺവീണയിൽ സ്വരമേളങ്ങളിൽ കോമളലതകളിലോ മനമൈനകൾ ലല്ലലലലലം പാടി പൊന്മയിലാടി മാനസവനികയിലാരവ വിളകിയ നടനം നനദീന്ത ദീന്ത നനദീന്ത ദീന്ത നനദീന്ത ദീന്ത നനതിരണ ഇനിയും പ്രണയം വിടരാ എങ്ങനെ ഇരിക്കണം? ഈ ഒറ്റ പെൻഡ്രൈവിലാണ് കനകനിലാവ് കൂവിക്കൊണ്ടിരുന്നത്. അതൊക്കെ വയ്യടാ വരെയൊക്കെയാണ് എല്ലാവരും കൊള്ളാം കേട്ടാ. അല്ല നമ്മള് റിഹേഴ്സൽ ചെയ്യണമെന്ന് മലയാളി പറഞ്ഞോണ്ട് അങ്ങനെ അതിന്റെ വാ പരിചയപ്പെടുത്താം. എന്താ കുട്ടിയുടെ പേരെന്താണ്? പേര് പറഞ്ഞോളൂ. എന്റെ പേര് KS ചിത്തിര. അല്ല ചിത്ര അല്ല, ചിത്തിര. എന്റെ നാള് ചിത്തിരയാണ്, അതുകൊണ്ട് എന്റെ പേരും നാളും അങ്ങനെ ഇട്ടേക്കുന്നത് KS ചിത്തിര. എല്ലാ പാട്ടും അറിയാലോ മക്കളെ? കുഴപ്പമില്ല, എല്ലാം അടിച്ചുപൊളി. അടിച്ചുപൊളി എല്ലാം പാടും. എങ്ങനെയാണ് പരിപാടിക്ക് പറഞ്ഞത്? കൂടെ ആര് വരും? അച്ഛൻ വരും, അമ്മ വരും? പള്ളി പരിപാടിക്ക് അച്ഛൻ വരും, അമ്പലത്തിലെ പരിപാടിക്ക് അമ്മ വരും. അതങ്ങനെ? അച്ഛൻ നോൺ വെജും അമ്മ വെജും ആണ്. മലയാളിക്ക് മനസ്സിലായില്ലേ? പള്ളിയിലാകുമ്പോ ചിക്കൻ ബിരിയാണി, അമ്പലത്തിലാകുമ്പോ സദ്യ. അതുകൊണ്ടാ അങ്ങനെ. കുട്ടി നമസ്കാരം. ഞാൻ ഇതിലെ പ്രധാന മലയാള സിംഗറാണ്. രാജ് മെഡിക്കൽ കോളേജ്. ഓ, മെഡിക്കൽ കോളേജിലാണോ വീട്? അല്ല, പരിപാടി കഴിയുമ്പോ പുള്ളി മെഡിക്കൽ കോളേജ്. അതൊന്നും അല്ല, മെഡിക്കൽ കോളേജിന്റെ അവിടെ ബസ് ഇറങ്ങിയാണ് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നത്. അതുകൊണ്ട് ആ മെഡിക്കൽ കോളേജ് ഞാന് തമിഴിന്റെ അടിപൊളി ഗായകൻ മുരുകൻ തൃപ്പരപ്പ്. ഇത് തൃപ്പരപ്പ് മുരുകനല്ല, തൃപ്പരപ്പ് പൂത്ത ഒരു മുറുക്കനാണ്. ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത മാസം. ഓക്കെ, താങ്ക് യു. എല്ലാരും ഉണ്ടാവും. ഓക്കെ. എന്ത് നോക്കടാ, എന്ത് ഒരു പെണ്ണ് വന്ന് കയറിയപ്പം ഗ്രൂപ്പിന്റെ ഐശ്വര്യം നോക്കിയാണ്. നോർത്തിൽ പ്രോഗ്രാം. എന്റെ പൊന്നുമോളെ, നമ്മള് ട്രെയിനാണോ ഫ്ലൈറ്റിനാണോ പോണേ? എന്തിന്? നോർത്തിലെ പരിപാടിക്ക്. ഈ എറണാകുളം നോർത്തിൽ പ്രോഗ്രാം. എറണാകുളം നോർത്തിന് പ്രോഗ്രാം പോകുന്ന ഫ്ലൈറ്റ് അല്ലെ, നോർത്ത് ഇന്ത്യയിലല്ലേ ഇപ്പൊ? ആദ്യം കേരളത്തിലുള്ള പാട്ട് പാടി നീ ശരിയാക്കും. അത് കഴിഞ്ഞിട്ട് മതി അന്യ സംസ്ഥാനക്കാരെ ദ്രോഹിക്കാൻ. പാട്ടിന്റെ റിഹേഴ്സൽ നോക്ക് കേട്ടാ. അല്ല, റിഹേഴ്സൽ ലിസ്റ്റ് തയ്യാറാക്കുക കേട്ടാ. കുട്ടി വരൂ. നമ്മൾ പ്രധാനമായിട്ട് ലിറിക്സ് എഴുതിയ ബുക്ക് കയ്യിലുണ്ടോ? ലിറിക്സ് ഉണ്ട്. അത് വേണം, അത്യാവശ്യമായിട്ട് വേണം. നിൽക്കുന്ന അവനില്ലേ, അവനൊരു പാട്ടിന്റെ ലിറിക്സ് അറിഞ്ഞൂടെ? എല്ലാ സ്ഥലത്തും തെറ്റും. അയ്യോ ചേട്ടാ, ചേട്ടന് പാട്ടിന്റെ ലിറിക്സ് അറിഞ്ഞൂടാ. ആ ചേട്ടൻ പറഞ്ഞു. ഈ ചേട്ടൻ പറഞ്ഞു. നീ പറഞ്ഞോ? ഇവൻ ഒരു ലിറിക്സ് പറയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ക്ലബിലൊരു പരിപാടിക്ക് മമ്മൂട്ടിയുടെ മഴയത്ത് മുമ്പേ ഒരു പാട്ട് പാടി. ആത്മാവിൻ പുസ്തക സ്റ്റാളിൽ എന്ന് പാടിയവൻ അവൻ. പിന്നെ അത് സംഭവം പുസ്തകോത്സവത്തിനായിരുന്നു ഗാനമേള. എവിടെ നോക്കിയാൽ ഈ സ്റ്റാൾ ആയതുകൊണ്ട് പാടിയപ്പോ അറിയാണ്ട ഉള്ളിൽ നിന്നങ്ങ് വന്ന. നീ കൂടലൊന്നും പറയണ്ട, നീ പാട്ട് പാടിയതോ? കൊച്ചി രാജാവ് എന്ന സിനിമയിലെ ദിലീപേട്ടന്റെ കൊച്ചി രാജാവിലെ ഒരു പാട്ടുണ്ടല്ലോ, മുന്തിരി പടം പൂത്ത് നിൽക്കേണ്ട മുറ്റത്തൊരു ഇന്നോവയെന്ന്. എനിക്ക് എന്റെ നാട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും എന്നെ ഇഷ്ടമല്ല. എനിക്കൊരു ഇന്നോവ ഞാൻ പാട്ടിൽ പറഞ്ഞത്. എന്തിന് നാടൻ പാട്ട് പാടിയതാ? കേക്കണോ പ്രിയ സ്കൂട്ടറേ? എനിക്ക് എന്നിട്ട് ആ കമ്മറ്റിക്കാറാവുമ്പോ കുഞ്ഞേ നീ കേക്കണം. കമ്മറ്റിക്കാറാവുമ്പോ 1 മണിക്കൂർ കെഞ്ചി കെഞ്ചി പറഞ്ഞിട്ടാണ് ഇവനെ വിട്ടത്, അറിയാമോ? എല്ലാം പോട്ട്. നീ എന്താ MG ചേട്ടൻ പാടിയ ചിന്നമ്മാന്ന പാട്ട് കുഞ്ഞമ്മാന്ന് പാടിയത്? അത് വേറൊന്നുമില്ല. ഞാൻ സ്റ്റേജിൽ പാടാൻ വേണ്ടി നിൽക്കുമ്പോ മ്യൂസിക് ഓപ്പൺ ചെയ്തു. ഞാൻ പാടാൻ വേണ്ടി ബൈക്ക് എടുത്ത് നോക്കുമ്പോ എന്റെ കുഞ്ഞമ്മ ഫ്രണ്ടിരിക്കുന്നു. ബഹുമാനിക്കണ്ടേ? അപ്പൊ ഞാൻ പാടിയ കുഞ്ഞമ്മ ഒരു പൊന്നിക്കന്നമ്മ അത് പാടി.
അതുകൊണ്ട് നീ ഇങ്ങോട്ട് മാറിയില്ല, കാര്യം പറഞ്ഞു ഇങ്ങോട്ട് മാറി. കുട്ടി, നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഗാനമേള തുടങ്ങുമ്പോൾ എൻ്റെ ഒരു സോളോ പെർഫോമൻസ് ആണ്. ഓക്കെ, നമുക്ക് അതങ്ങ് മാറ്റിയിട്ട് നമുക്കൊരു ഡിയറ്റ് പിടിച്ചാലോ? ഡിയറ്റ് ആണല്ലോ. ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ ഉള്ളിലായി എന്നോടൊന്നും ഇഷ്ടമല്ലേ അല്ലേ? ചേട്ടാ, ആ പാട്ടിന് പകരം നമുക്ക് ഇത് പിടിച്ചതാ. ഏതാ? ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ നിന്റെ തൊട്ട് നോട്ടം ഇഷ്ടമല്ലടാ. കുട്ടിയുടെ ഇഷ്ടം. കിട്ടിയില്ലടാ ഓ കിട്ടിയില്ലടാ മാറി നിൽക്കടാ. ഓ, ഞാനൊന്ന് വെറൈറ്റി ആണ്, തമിഴിലൊരു വെറൈറ്റി പാട്ട്. അത് കട്ടിപ്പൂടിടാ, അതങ്ങ് പിടിച്ചല്ല നമുക്ക്. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം വാളെടുത്താൽ അങ്കക്കലി വേലെടുത്താൽ ചിങ്കപ്പുലി കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. ആ പാട്ട് കുറച്ചുകൂടി നന്നായിരിക്കും. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം, അത് പിടിച്ചാലോ? അതിനേക്കാൾ നല്ലത് നീ വാ ഡാ തെമ്മാടി നീ പോടാ കൂത്താടി. ആ പാട്ടാണ് കുറച്ചുകൂടി നല്ലത്. നീ കൂടുതൽ കളിയാക്കിയത് വേണ്ട. എന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ ഡ്യൂറ്റ് തുടങ്ങിയിട്ട് നമ്മളെ ഗാനമേള പരിപാടി ആരംഭിക്കും. ഞാൻ ഡൂറ്റ് പാടും ഇവരുടെ കൂടെ. നീ എന്തോന്നു അത് നീ ലിറിക്സ് പഠിക്കടാ. ലിറിക്സ് എനിക്കറിയാ, ഇവരുടെ കൂടെ ഞാൻ പാടും ഡ്യൂറ്റ്. ഏത് പെൺകുട്ടി ഇവിടെ വന്നാലും നീ എല്ലാ ഇങ്ങോട്ട് നോക്കണം. എല്ലാ പിള്ളേരും വരുമ്പോൾ വൈറൽ ഗായകനെന്ന് വരും. ഈ വയർ വെച്ചിട്ടാണ് നീ വൈറലായ. എന്താണ് സാറേ? തിരുവനന്തപുരത്തിൽ മാനവ വീതി എന്നത് മാനവീയ വീതിയോ? ക്യാമ്പ്. എന്താണ് കാണിക്കുന്നത്? അവന്റെ വിക്ക് വരച്ചു അങ്ങോട്ട് എന്താ നിന്റെ വിഷയം? ഡ്യൂറ്റ് ഞാൻ പാടും. പാടും. ഡ്യൂറ്റ് ഞാൻ പാടും. ഇങ്ങോട്ട് അങ്ങോട്ട് എടി. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു പെൺകുട്ടി വന്ന് കയറിയതല്ലേ ഉള്ളൂ. ആ പെൺകുട്ടി പാട്ട് പാട്ട് നമ്മൾ കേട്ടില്ല ഇതുവരെ പാട്ട് പാടുന്നത്. ചിത്ര നന്നായിട്ട് പാടും, കണ്ടാൽ തന്നെ അറിയാൻ പാടും. ഒരു സോളോ ഗാനം കുട്ടി പാട്ട് അല്ലേ? സോളോ ഗാനം പാടിയിട്ട് നമുക്ക് നോക്കാം ആരാണ് ഇതിന്റെ അകത്ത് ഡിബേറ്റ് പാടുന്നത്. ആ സോളോ ഗാനത്തെ ഞാൻ ഡിബേറ്റ് പാടട്ടോ. നീ പോയിരുന്നിട്ട് മക്കളെ ഓ, മൈക്ക് കൂടി. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? മറ്റേ മഴ പെയ്താലും നോക്കിയാലോ? മഴ പെയ്താൽ നോക്കാം. മഴ പെയ്താൽ ഏപ്രിൽ 19. അതെ തന്നെ, അതെ തന്നെ. പ്രിയകലാസ്നേഹികളെ, ഏപ്രിൽ 19 ചിത്രത്തിലെ മഴ പെയ്താൽ എന്നുള്ള ഗാനം ആരംഭിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹീത ഗായിക ചിത്ര. അടിപൊളി പാട്ടാണ് കേട്ടോ. മഴ പെയ്താൽ കുളിരാണെന്ന് എന്റമ്മ പറഞ്ഞു. മഴവില്ലിന് നിറമുണ്ടെന്ന് എന്റമ്മ പറഞ്ഞു. മഴ കണ്ടു ഞാൻ കുളിർ കൊണ്ടു ഞാൻ മഴവില്ലിൻ നിറനേരും കണ്ടു ഞാൻ വ്യാകുലമായി. മഴ പെയ്ത കുളിരാണെന്ന് എന്റെ അമ്മ പറഞ്ഞു. ലാലോട് സാറേ, എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ജീവനുണ്ട്, ചത്തില്ല, ജീവനുണ്ട്. സാറേ എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? ഒരു കാര്യം പറയട്ടെ. വ്യാകുല മാതാവ് എന്ന് പാടിയപ്പം ഓർക്കസ്ട്രക്കാര് ഓട്ട പിടിച്ച് ഇങ്ങോട്ട് പോകും. നഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് പുകഞ്ഞു. LED പാർലറ്റ് 10 പുകഞ്ഞു. നഷ്ടങ്ങളേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഒരു സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അതെന്തോ സന്തോഷം? സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് 2 പാട്ടുകാരി ട്രൂപ്പ് ഉണ്ടായിരുന്നു.
അവന്മാരെ ഓടിക്കാൻ വേണ്ടി ഞാൻ പഠിച്ച പടി പലതും നോക്കി. പക്ഷെ കൊച്ചിന്റെ ഒരു വ്യാകുലം മാതാവില്ല. അവന്മാർ നാട് വിട്ടു മക്കളെ. അതെനിക്ക് ഒന്നെ പ്രൗഡ് കേട്ടോ, എനിക്ക് അഭിമാനമുണ്ട് ഇതിന്റെ അകത്ത്. പക്ഷെ മക്കളെ ഇനി ഇതുപോലത്തെ ഒരു അവസരങ്ങൾ വരും. ഗ്രൂപ്പിൽ പാട്ട് പാടുന്ന പയ്യന്മാരെ ഒഴിവാക്കാൻ വേണ്ടി അവസരം വരും. അപ്പോൾ ഞാൻ വിളിക്കും. അപ്പോൾ വന്നിട്ട് ഈ വ്യാകുല മാതാവ് ഒന്ന് പാട്ട്. അല്ല സാർ, അപ്പോഴും വിളിക്കുമ്പോ ഞാൻ വേറെ പാട്ട് പാടിത്തരാം. വേറെ പാട്ടാ? അതേത് പാട്ട്? പക്ഷെ നന്ദന സിനിമയിലെ കൃഷ്ണ. എന്ത് സാർ? ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്തിനാണ് ദേവകവും മാഞ്ചു വെക്കണം? എന്റെ കൃഷ്ണ